അതെ, വെൽക്കം ടു ഹാഫിസ് മുസ്തഫ 1864. ലണ്ടനിലെ വൺ ഓഫ് ദി വെൽത്തിയസ്റ്റ് ആൻഡ് ഫാഷനബിൾ ഏരിയ ആയ നൈറ്റ്സ് ബ്രിഡ്ജിൽ ഹാരോഡ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്റ്റോർ ഉള്ളത്. ഓട്ടോമാൻ എംപയറിൻ്റെ സമയത്ത് 1864 ഹജി ഇസ്മായിൽ ഹക്കീബെ ഇസ്താംബുളിൽ തുടങ്ങിയ ഒരു ലെജൻഡറി ടർക്കിഷ് ഡെസേർട്ട് ആൻഡ് കൺഫെഷണറി ബ്രാൻഡാണിത്. ഏകദേശം 160 വർഷങ്ങളുടെ മധുര ചരിത്രമുണ്ട് ഹാഫിസ് മുസ്തഫയ്ക്ക്. ട്രഡീഷണൽ ആയിട്ടുള്ള ടർക്കിഷ് സ്വീറ്റ്സ്, ഡെസേർട്ട്സ്, ബക്ലാവ, ലോക്കം അഥവാ ടർക്കിഷ് ഡിലൈറ്റ്, കേക്ക്സ്, ഒലീവ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫാണ്. വളരെ ഫ്രണ്ട്ലിയാണ്. ഒരു മിനി ഇസ്താംബുൾ വൈബ് തന്നെ കിട്ടും. സ്വീറ്റ് ലവേഴ്സിന് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇവിടെ. ടർക്കിഷ് ഡിലൈറ്റ്സിൻ്റെയും കേക്കുകളുടെയും ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇവിടെ. ബക്ലാവയുടെ ഓരോ ലെയറിലും ടർക്കിഷ് ഡിലൈറ്റിൻ്റെ ഓരോ ബൈറ്റിലും ഇസ്താംബുളിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള കുനാഫയാണ്. കുനാഫ വിത്ത് ഐസ്ക്രീം. ചോക്ലേറ്റ് ലവേഴ്സിന് ചോക്ലേറ്റ് കുനാഫയും ഓപ്ഷണലായിട്ടുണ്ട്. ഇസ്താംബുളിലെ മിക്ക റെസ്റ്റോറൻറ്റുകളിലെയും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഓപ്ഷൻ തന്നെയാണ് ഈ കുനാഫ. ഇതിവിടുത്തെ ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഈ ചൂടോടെ കുനാഫയും അതിൻ്റെ ടോപ്പിൽ ഐസ്ക്രീമും വെച്ച് കഴിക്കുമ്പോൾ അടിപൊളി. പക്ഷേ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ആ കുത്തി വെച്ചിരിക്കുന്ന കൊടി എടുത്ത് മാറ്റേണ്ട കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ അടുത്ത ഓർഡർ ചെയ്തതൊരു കേക്കാണ്. ഈ കേക്കിൻ്റെ പേര് ഹിസ്റ്ററി ഓഫ് ഇസ്താംബുൾ എന്നാണ്. ഒരു ബക്ലാവ ലവേഴ്സിന് ഈ കേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ഇവരുടെ മസ്റ്റ് ഐറ്റംസിൽ ഒന്നാണ്. റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഇത് ഇസ്താംബുളാണ്. ഇസ്താംബുളിലെ ഹാഫിസ് മുസ്തഫ. ഇവർക്ക് ഇസ്താംബുളിൽ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഇതോടൊപ്പം ചേർക്കുന്നു. അങ്ങനെ ഈ മധുരക്കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ശരി, പിന്നെ കാണാം.